ഞാനൊരു ചെറിയൊരു സംശയം കൂട്ടുകാരോട് ചോദിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾ അതിന് മറുപടി തരണം. അതായത്, എൻ്റെ കയ്യിൽ 1 കോടി രൂപ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലക്കച്ചവടത്തിലോ, ഇനി അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ബിസിനസ് വിജയിച്ചിട്ടോ, ഇനി അല്ലെങ്കിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് 1 കോടി രൂപ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അതിൻ്റെ 10 ലക്ഷം രൂപ കർത്താവിന് അർഹമാണ്. 10 കർത്താവിനുള്ളതാണ്. അപ്പോൾ 1 കോടി രൂപയെ 10 ലക്ഷം ആയതുകൊണ്ട് അതിൽ 1 ലക്ഷം അപ്പം 10 ലക്ഷം അപ്പം തന്നെ ഞാൻ കർത്താവിന് കൊടുത്തിരിക്കണം. ഞാൻ കൊടുക്കാൻ തയ്യാറുമാണ്. കാരണം എനിക്ക് 1 കോടി രൂപ തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിൽ 10 ലക്ഷം ദൈവത്തിന് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കൊടുത്താൽ എനിക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 10 ലക്ഷം കയ്യിലുള്ളപ്പോൾ ആർക്ക് കൊടുക്കും? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആർക്ക് ഞാനിത് കൊടുക്കുമെന്നതാണ് ചോദ്യം. എൻ്റെ മുമ്പിൽ ഞാൻ നോക്കിയപ്പം എൻ്റെ അകന്ന ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഭർത്താവ് തളർന്ന് കിടക്കുകയാണ്. 2-3 കുഞ്ഞു പിള്ളേരുണ്ട്. അവർക്ക് വീടും സ്ഥലമൊന്നുമില്ല. വാടക വീട്ടിലാണ്. ഏത് സമയത്തും അവിടുന്ന് ഇറങ്ങണം, മാറി മാറിയൊക്കെ തങ്ങണം. പക്ഷേ അവരോട് കുടുംബപരമായി എന്തൊക്കെയോ കാര്യത്തിൽ എനിക്ക് അസ്വസ്ഥതയുണ്ട്. എനിക്ക് അവരെ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എങ്കിലും അവരർഹരാണ്. അതായത് ഒരു വീടിന് അവരർഹരാണ്. അപ്പോൾ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, തമ്പുരാന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയും പിള്ളേരും ഉണ്ട്. 2, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഇടവകയിൽപ്പെട്ട, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിൽപ്പെട്ട, ഞാനിപ്പോൾ ഒരു കത്തോലിക്കനാണ്, സീറോ മലബാർ സഭാംഗമാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇതേപോലെയുള്ള ഒരു കുടുംബം, അതായത് ആൺതുണയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർ വാടക വീട്ടിലാണ്, അങ്ങനെ ഒരു കുടുംബം എൻ്റെ മുമ്പ് കിടപ്പുണ്ട്. അവരോട് എനിക്കാണെങ്കിൽ ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം എന്നെ കണ്ട മൈൻഡ് ചെയ്യും, കരുതുകയൊക്കെ ചെയ്യും. എൻ്റെ ഈ അകന്ന ബന്ധു എന്ന് പറയുന്നവർക്ക് എന്നെ ഇഷ്ടമല്ല, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ 2ആയി. അപ്പോൾ 1 എൻ്റെ അകന്ന ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബം, 2ാമത് ഞാൻ വിശ്വസിക്കുന്ന അതേ മതത്തിൽപ്പെട്ട ഒരു കുടുംബം, 3 എൻ്റെ മുമ്പിൽ ഒരു ഹൈന്ദവ കുടുംബമാണ്. ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷെ ആ നാട്ടിലുള്ളതാണ്, എനിക്കറിയാം. അവരും ഇതേപോലെ അർഹരായൊരു കുടുംബം. 4 ഒരു മുസ്ലിം കുടുംബമാണ്. ശ്രദ്ധിക്കണേ, എൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം കുടുംബമാണ് വന്നുപെട്ടിരിക്കുന്നത്. അവരും ഇതേപോലെ കംപ്ലീറ്റ്ലി അർഹരാണ്. എൻ്റെ കയ്യിൽ, ഞാനൊരു കത്തോലിക്കനാണ്, ക്രിസ്ത്യാനിയാണ്, ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ട ആളാണ്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, എനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിം കുടുംബം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. അവരെ എനിക്ക് 10 ലക്ഷം കൊണ്ട് സഹായിക്കാം. ഒരു ഹൈന്ദവ കുടുംബത്തെയും എനിക്കറിയാം, അവരെയും സഹായിക്കാം. ഒരു ക്രിസ്തീയ കുടുംബത്തെ എനിക്കറിയാം, അവരെയും സഹായിക്കാം. എൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ. നിങ്ങൾ പറ, ഇതിൽ നിങ്ങൾ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക? മലയാളി എന്ന നിലയിൽ നിങ്ങൾ പെട്ടെന്ന് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും കൂടെ കുറച്ച് വീതിച്ചു കൊടുക്കാമെന്ന്. ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ അതിന് 2 ലക്ഷം വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പുട്ടടിച്ച് തീരാന്നല്ലാതെ ആർക്കും 1 സെൻറ്റ് സ്ഥലവും ഇല്ല, വീടും ഇല്ല, കൈ കാശും ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. ഇതിൽ ഒരാൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കും. ആർക്ക് കൊടുക്കും? നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ എൻ്റെ അനുഭവമാണ്. ഒരു പക്ഷേ ഇത് വിധിക്കുന്നതല്ല, അങ്ങനെ ഒന്ന് ഓർത്തോണേ. ഞാൻ ആരെയും വിധിക്കാൻ അർഹനല്ല. കാരണം ആരെയും വിധിക്കരുതെന്ന് എൻ്റെ പൊന്നു കർത്താവ് എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചിന്ത ഞാൻ പങ്കിടുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഭയങ്കര കരിസ്മാറ്റിക്കാരായിരിക്കും. അതായത് അവർ കത്തോലിക്കരായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അതിൽ കുറച്ചും കൂടെ മൂത്തിട്ട് കരിസ്മാറ്റിക് ഭക്തി കൂടുതലായിരിക്കും. തെറ്റൊന്നുമില്ല കേട്ടോ, അതൊന്നും മോശമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ ഈ 4 ഗ്രൂപ്പിനും കൊടുക്കില്ല. അതായത് അവർ പറയും, ഈ ഹിന്ദുവിനും വേണ്ട, മുസ്ലിമിനും വേണ്ട, ക്രിസ്ത്യാനിക്കും വേണ്ട, ബന്ധുവിനും വേണ്ട, തമ്പുരാന് കൊടുക്കാനുള്ള തമ്പുരാനെ കൊടുക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവർ ഈ കാശ് എന്ത് ചെയ്യുമെന്നറിയോ? ഏതെങ്കിലും ഈ ആത്മീയ ചാനലുകാർക്ക് കൊണ്ട് കൊടുക്കും. ചാനലിനൊന്നും ഞാനെതിരല്ല കേട്ടോ. പക്ഷേ എനിക്ക് വിഷമമുള്ളൊരു കാര്യം, ഒരു ചാനൽ ഒരു മാസം മുന്നോട്ട് ഓടാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ ചെലവഴിക്കുന്നു. അങ്ങനത്തെ ഒരു 5-6 ചാനൽ കേരളത്തിലുണ്ട്. എന്ന് പറയുമ്പം ഒരു 6-7 കോടി രൂപ ഒരു മാസം മലയാളികൾ അയച്ചു കൊടുക്കുന്നതും ചെലവഴിക്കുന്നതും ഈ സാറ്റലൈറ്റിന്, എഡിറ്റിങ്ങിന്, ഡബ്ബിങ്ങിന്, കളറിന്, അതിന് ഇതിന്. ആത്മീയരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കോടി രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ 10-15 വീട് സുഖമായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ കണക്കെടുക്കും 6-7 കോടി രൂപ ഒരു മാസം ഈ ആത്മീയതയ്ക്ക് ചെലവഴിക്കുന്ന കാശൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം കേരളത്തെ പൊന്നു വിളയിക്കുന്ന നാടാക്കി സ്വർഗമാക്കി മാറ്റി കൊടുക്കുക. ഭൂരഹിതരുണ്ടാവില്ല, ഭവനരഹിതരുണ്ടാവില്ല, ആത്മഹത്യ ചെയ്യേണ്ടവരുണ്ടാവില്ല, രോഗികളുണ്ടാവില്ല. നമുക്ക് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും. 1 വർഷത്തേക്ക് കാശുണ്ടെങ്കിൽ. പക്ഷേ ഈ ഭക്തി മുക്തി കഴിഞ്ഞാൽ അത് ദൈവത്തിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. ഇതിന് എന്നും പറഞ്ഞ് ഇതൊന്നും വേണ്ടെന്നല്ല. അതായത് മനുഷ്യനിപ്പോൾ നിങ്ങളായാൽ പോലും വചനം കേൾക്കുന്നത് പലപ്പോഴും ഇതിപ്പോൾ നേരിട്ട് വന്നിരുന്ന് കേൾക്കുന്നു. ഒരു പക്ഷേ യൂട്യൂബ് ചാനൽ വഴി ആരും അറിയാവുന്ന എത്ര പേരുണ്ട്. പക്ഷേ ഓർക്കണം, ഞാൻ ഒരിക്കലും ചാനലിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മൊബൈൽ ലോണിന് എടുത്തിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ലോകം മുഴുവനും ആ മൊബൈൽ വഴി തന്നെ റെക്കോർഡ് ചെയ്ത് അറിയപ്പെട്ടു. ഇപ്പോൾ ഇത്രയൊക്കെ കുറച്ചും കൂടി ആയതിനു ശേഷം ഒരു ക്യാമറ ഉണ്ടെന്നുള്ളതാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ നിന്ന് ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതില്ല, വെറും മൊബൈലിൽ ഇപ്പോഴും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിനു വേണ്ടി ഇത്രയും കോടി എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് നോ.
ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു കുറ്റം വിധിയോ മറ്റൊന്നുമല്ല. മനുഷ്യനൊന്നും മാറി ചിന്തിക്കാൻ. ഇത്രയും കോടികളൊക്കെ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ കളയരുത്. കാരണം ഒരുത്തം പട്ടിണി കിടക്കുമ്പം അവന് കുറേ പ്രിൻ്റ് ചെയ്ത കുറേ ലീഫ് ലെറ്റർ കൊണ്ടു കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങളിരുന്ന് കാശ് മേടിച്ചു ദൈവത്തിൻ്റെ പേരും പറഞ്ഞു. അവന് ഈ ലീഫ് ലെറ്റർ തിന്നാൻ പറ്റില്ലല്ലോ. ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടല്ലേ ബാക്കി പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ദൈവത്തിനെന്നും പറഞ്ഞ് ചിലവഴിക്കുന്ന കുറച്ച് ഭക്തിമൂത്ത ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ ടോക്ക അപ്ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാലയിടാൻ കുറേ പേര് ഇതിൻ്റെ പുറകെ ഉണ്ടാകുകയും ചെയ്യും. കാരണം ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കാൻ പാടുള്ളൂ, പാവങ്ങളെ സഹായിക്കുന്ന വേറെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്ന കേസൊന്നുമല്ല. നിങ്ങളായാലും എന്നോട് ദേഷ്യപ്പെടാനോ മുഖം ചുരുട്ടാനോ ഒന്നും പോകണ്ട. ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ദൈവത്തിനെന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യനോട് മനുഷ്യപ്പറ്റില്ലാതെ എവിടെയെങ്കിലും ഒരു ഗുണമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കാശ് നമ്പി ചെയ്യുന്ന ആളുകളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേരെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ മിക്കവാറും അവർ ഹൈന്ദവർ, മുസ്ലിങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ കൊടുത്തിട്ട് അവരെന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് പേര് ആ കൂട്ടത്തിൽ കാണാം. എന്തായാലും വളരെ റെയറായിരിക്കും ഞാൻ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന പോലെ മനസ്സിൽ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ റെയറായിരിക്കും. അതെന്താണെന്ന് പറഞ്ഞോളാം. ഇപ്പോൾ എൻ്റെ മുമ്പിലാണ് ഈ ഒരു സാഹചര്യം. അതായത് ഒരു അകന്ന ബന്ധു ഇരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിലുള്ള ഒരാൾ, ഒരു ഹൈന്ദവ കുടുംബത്തിലുള്ള ഒരാൾ, ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരാൾ, 4 കുടുംബവും ഈക്വലി അർഹരാണ്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് പറയാം. ഞാൻ ആദ്യം വായിക്കാം. 1 തിമോത്തിയോസ് 5:8. വചനം വഴി പറയാനേ എനിക്ക് താല്പര്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. 1 തിമോത്തിയോസ് 5:8. ഒരുവൻ തൻ്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമല്ല, സ്വന്തക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളും കൂടെയാണ് കേട്ടോ. അകന്നതോ അടുത്തതോ എന്നുള്ളല്ല ബന്ധുക്കാർ. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, സ്വന്തക്കാർ മാത്രമല്ല കുടുംബവും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആവശ്യം, ഭർത്താവിൻ്റെ ആവശ്യം, മക്കളുടെ ആവശ്യം, അപ്പൻ്റെ ആവശ്യം, അമ്മയുടെ ആവശ്യം, ചേട്ടാനിയന്മാരുടെ ആവശ്യം, അങ്ങനെ കുടുംബത്തിൻ്റെയും. ഒരിക്കൽ കൂടെ വായിക്കുന്നു, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. അപ്പച്ചന് മനസ്സിലായോ? അപ്പച്ചൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, അകന്ന ഒരു ബന്ധുവുണ്ട്, ഒരേ മതത്തിൽപ്പെട്ടവരുണ്ടല്ലോ, ഓരോ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, അത് കൂടാതെ മറ്റു മതത്തിലൊക്കെ പെട്ടവരുണ്ട്. എല്ലാവരും ഒരേപോലെ അർഹരാണ്. നിങ്ങൾ ആദ്യത്തെ പ്രിഫറൻസ് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ, വചനം പറയുന്ന നിങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഇല്ലെങ്കിൽ, അതുപോലെ കുടുംബത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്, വിശ്വാസം ത്യജിച്ചവനുമാണെന്ന് ഞാനല്ല ഉടയതമ്പുരാണ്. എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ സീറോ മലബാർ ക്രിസ്ത്യാനിയാണ്, പക്ഷേ പലപ്പോഴും ലത്തീൻ സഭയിൽ ഇങ്ങനെ ബന്ധത്തിൽ സ്വന്തത്തിൽ സഹായിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുപോലെ മലങ്കര സഭയിൽ ഞാൻ അവരിൽ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സ്വന്തം ബന്ധത്തിൽ. ഇതിലേറ്റവും കൂടുതൽ എനിക്കിഷ്ടം കോട്ടയം രൂപതക്കാരെയാണ്, ജ്ഞാനായക്കാരെയാണ്. കാരണം അവർ ബന്ധുക്കളെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരിൽ ഒരാൾ വിദേശത്ത് പോയാൽ അടുത്ത ബന്ധുക്കളെല്ലാം എങ്ങനെയെങ്കിലും ഫയൽ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവരെ സഹായിക്കുക, ഭയങ്കര. പക്ഷേ എന്നാൽ ഏറ്റവും കുറവ് കണ്ടിരിക്കുന്നത്, ഐ എം സോറി ടു സേ, ഇത് വിധിയല്ല, എൻ്റെ കഴിഞ്ഞ 28 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് പലപ്പോഴും സീറോ മലബാർ സഭാംഗങ്ങളാണ്. നമ്മളുടെ സ്വഭാവം, സ്വന്തം പ്രസവിച്ച അമ്മ ചിലപ്പോൾ പട്ടിണി കിടക്കുന്നു, മരുന്നിന് വേണ്ടി തെണ്ടി നടക്കുമ്പോൾ പള്ളിപ്പെരുന്നാൾ നടത്തിയിട്ട് പേര് വാങ്ങുന്ന സ്വഭാവം നമുക്കുണ്ട് എന്നത് നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. എൻ്റെ മുമ്പിൽ അങ്ങനെ വന്നു പെട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു കുടുംബത്തിൽ അമ്മ രോഗിയായിട്ട് മരുന്നിന് വേണ്ടി എൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡോക്ടർ കൊടുത്ത പേപ്പറും മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ തന്നു. ഞങ്ങൾ ഒരിച്ചിരി അവരെ സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴറിയുന്ന ആ വർഷം ആ നാട്ടിൽ പള്ളിപ്പെരുന്നാൾ നടത്തുന്ന അവരുടെ മൂത്ത മോളാണ് ലണ്ടനിലാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത് എന്നതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം ലത്തീൻ സഭയിൽപ്പെട്ടവരെക്കാളും മലങ്കര സഭയിൽപ്പെട്ടവരെക്കാളും അല്ലെങ്കിൽ കോട്ടയം രൂപതയിൽപ്പെട്ടവരെക്കാളും കൂടുതൽ ഈ കാര്യത്തിൽ ഈ പള്ളി കാര്യങ്ങളിൽ അവർ ആക്റ്റീവാണ് കേട്ടോ. സീറോ മലബാർ സഭാംഗങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുക്കൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുന്ന അവസ്ഥ വരാനുള്ള കാരണം ഒരു പക്ഷേ കർഷകർ ഭൂരിഭാഗം ഉള്ളത് കൊണ്ടാകാം. എന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രത്യേകത എന്താ? ഇപ്പം ഞാൻ കടലിൽ പോകുന്ന ആളാണെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം മീനും കൊണ്ട് വരും. അപ്പം കാശിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നില്ല. ബിസിനസ് ചെയ്യുന്ന ആളാണ് രാവിലെ കച്ചവടത്തിന് ഇറങ്ങി വൈകുന്നേരം കാശും കൊണ്ട് വരും. എന്നാൽ ഈ കർഷകരുടെ പ്രത്യേകത, ഇന്ന് എന്തെങ്കിലും നട്ടുണ്ടാക്കിയാൽ അത് 6 മാസം 1 വർഷം കാത്തിരുന്നിട്ട് വേണം വിളവെടുക്കാൻ. അപ്പോൾ ഇവർ ഈ വർഷം വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ സമ്പത്ത് പെട്ടെന്ന് ചിലവഴിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവർ 1 വർഷത്തേക്ക് വീണ്ടും സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു പക്ഷേ ഇങ്ങനെ ഈ സൂക്ഷിച്ച് പഠിച്ചായിരിക്കാം അങ്ങനെ ആയിപ്പോയതെന്ന് ചിന്തിക്കുന്നു ഞാൻ. പക്ഷേ എങ്കിലും പേരെടുക്കാൻ വേണ്ടി പലപ്പോഴും ഇവരെന്ത് ചെയ്യും? ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, അച്ചായന് മുഖം ചുളുക്കല്ലേ, എൻ്റെ ഒരു ചിന്ത പങ്കിടുന്നതേ ഉള്ളൂ.
അപ്പോൾ ഏതായാലും എനിക്കിവിടെ ഇരിക്കുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും സഹോദരനോടും സഹോദരിയോടും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആ കുടുംബത്തെ തന്നെ സഹായിക്കുക. അടുത്ത ബന്ധത്തിലാണെങ്കിലും അവരെ സഹായിക്കുക. അതിനകത്തൊരു മാറ്റം ഉണ്ടാകരുത്. അത് തന്നെ വലിയ അനുഗ്രഹം അല്ലെങ്കിൽ വലിയ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ തരുന്നുള്ളൂ. ഇനി പോട്ടെ, അങ്ങനെ ഒരു കുടുംബം നിങ്ങളുടെ മുമ്പിൽ ഇല്ല, അതായത് 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൽ 10 ലക്ഷം കർത്താവിന് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ അകന്നതോ അടുത്തതോ ബന്ധത്തിൽ ഒരാളും ദരിദ്രരായുള്ളത് നിങ്ങൾക്കറിയില്ല, വീടില്ലാത്തവരായി നിങ്ങൾക്കറിയില്ല, ഒരാളും കഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം നിങ്ങളുടെ നാട്ടിലുണ്ട്. അവർ കൂടാതെ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിഫറൻസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത് സഹവിശ്വാസികളെ തന്നെ സഹായിക്കണം. എന്നോട് വിഷമമൊന്നും തോന്നരുത്, മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നല്ല പറയുന്നത്, ഇതിനൊരു പ്രിഫറൻസ് കൊടുത്താണ്. ആദ്യം ഏത് എന്നുള്ളത് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ രണ്ടാമത്തത് സഹവിശ്വാസികൾ. അതിന് എനിക്ക് വചനം തന്നെയാണ് അതിന് കാരണം. ഒന്നാമത്തെ കാരണം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-42. നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ നിങ്ങൾ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 10, 40, 41, 42 വാക്യങ്ങളാണ്. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രവാചകന് നിങ്ങളെ സഹായിച്ചാൽ പ്രവാചകൻ്റെ പ്രോഫിറ്റിൽ നിങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞു. എന്നോ വലിയ വാഗ്ദാനമാണ് തമ്പുരാൻ തന്നെന്നറിയും. ഉദാഹരണത്തിന് മാരിയോ ഒരു പ്രവാചകനാണെന്ന് വിചാരിക്കും. ഞാൻ വിശ്വസിച്ച മതത്തെ വിട്ട് സമുദായത്തെ വിട്ട് ഒരുപാട് പീഡകളൊക്കെ സഹിച്ച് കർത്താവിനെ പ്രതി ഒരുപാട് സഹിച്ചിട്ടുണ്ട്. സത്യമായിട്ട് സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 28 വർഷം ഞാൻ സഹിച്ചത് നിങ്ങളാരും അതിൻ്റെ 10-1 അതിൻ്റെ 7 അയലത്ത് സഹിച്ചില്ല, ഒരു സംശയം വേണ്ട. കാരണം ആ ഒരു സമുദായത്തിൽ നിന്ന് മാത്രമല്ല, വന്നുപെട്ട സമുദായത്തിൽ നിന്നുള്ള ഉപദ്രവം നിങ്ങൾ കണ്ടതാണല്ലോ. എന്തുമാത്രം എഴുതി പിടിപ്പിച്ചല്ലേ. തൂലിക കൊണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ച ചില സുവിശേഷകരുണ്ട് കേരളത്തിൽ. തൂലിക കൊണ്ട് അതൊരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ ക്രൂരമായ കൊല. അത് ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ തന്നെയാണ്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ അവസ്ഥയിൽ ഞാനത് ആവർത്തിച്ച് പറയുന്നു. ഇപ്പം പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നു, എൻ്റെ പ്രോഫിറ്റിൽ, അതായത് സ്വർഗത്തിൽ ദൈവം എനിക്ക് കരുതി വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾക്ക് അതിൽ ഷെയർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ്റെ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഷെയർ ഉണ്ടെന്ന്. എന്നാ വലിയ കാര്യം. ത്യാഗങ്ങൾ മുഴുവൻ സഹിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ നേടിവെച്ച സംഗതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് അടിച്ചു മാറ്റാന്ന്. അത് വലിയ കാര്യമാണ്. അതുപോലെ നീതിമാനെ സ്വീകരിച്ചാലും നോക്കണേ, നീതിമാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധരായി ജീവിക്കുന്ന ആളുകളെ സഹായിച്ചാലും അവരുടെ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ ശിഷ്യനെന്ന നിലയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സഹായിച്ചാലും അവരുടെ പ്രോഫിറ്റിലൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അതൊരു നല്ല കച്ചവടം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത് ഞാൻ ചെയ്യുക. അതിന് ഒരു വചനവും കൂടെ ഉപോത്ബലകമായി നൽകാം. അത് റോമ 12:13. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുവാൻ അതിഥി സൽക്കാരത്തിൽ തൽപരരായിരിക്കുവാൻ. വിശുദ്ധരെ എന്ന് പറഞ്ഞാൽ സഹവിശ്വാസികളെ. അപ്പോൾ രണ്ടാമത്, ഒന്ന് അകന്ന ബന്ധുവാണ് എൻ്റെ ആദ്യത്തെ പ്രിഫറൻസ്. അങ്ങനെ ഒന്നും എനിക്കില്ല എങ്കിൽ സഹവിശ്വാസത്തിൽപ്പെട്ട ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും ആദ്യം പോയി സഹായിക്കുക. ഫിലോക്കാലിയയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫിലോക്കാലിയയെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഞങ്ങളെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ മതക്കാരും ഉണ്ട്. പക്ഷേ എപ്പോഴും സഹായിക്കുമ്പോൾ ആദ്യം സഹവിശ്വാസികൾ ആരെങ്കിലും അത്ര അർഹതപ്പെട്ടത് കണ്ടാൽ അവരെയാണ്, അത് കഴിഞ്ഞ് ആണ് മറ്റുള്ളവരിലേക്ക് പൊതുവെ ഞങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രിഫറൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ, അതായത് എൻ്റെ മുമ്പിൽ കുടുംബത്തിൽ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരുമില്ല അർഹർ. എൻ്റെ മുമ്പിൽ സഹവിശ്വാസികൾ, അതായത് എൻ്റെ ഇടവകയിൽ, ഞാൻ സഹവിശ്വാസി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടവക അങ്ങെന്ന് വിചാരിച്ചോളൂ. എൻ്റെ ഇടവകയിൽ അങ്ങനെ ആരുമില്ല. തൊട്ടടുത്ത് എനിക്കറിയാവുന്ന ഒരിടവകയിലും ഒരു ക്രിസ്ത്യാനി കുടുംബവും വീടില്ലാതെ ഇല്ല, ദാരിദ്ര്യം. പക്ഷേ എനിക്കറിയാവുന്ന കുറേ ഹൈന്ദവരും മുസ്ലിങ്ങളും ഉണ്ടെങ്കിൽ നോ ഡൗട്ട് ഞാൻ എൻ്റെ ഈ 10 ലക്ഷം രൂപ അനാവശ്യമായിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ പേപ്പർ മേടിക്കാനോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്നും പറഞ്ഞോ ഷൂട്ടിംഗ് എന്നും പറഞ്ഞോ ഒന്നും ഞാൻ കാശ് കളയില്ല. ഒരു അരമണിക്കൂർ നേരത്തെ ഒരു പാട്ടിന് വേണ്ടി അതിൻ്റെ ലൈറ്റ്, ഡബ്ബിങ്, സെറ്റിങ്, ഷൂട്ടിങ്, അപ്ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് 2.5-3 ലക്ഷം രൂപയാണ്. അതായത് ഒരു വീടിൻ്റെ കാശാണ് ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം ഒരു ആത്മീയ ചാനലിൽ കയറി പോകുമ്പോൾ കാശ് കയ്യിൽ നിന്ന് പോണത്. ഒരിക്കലും ഞാനത് ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ അതിന് മതവും ജാതിയും ഒന്നും നോക്കത്തില്ല, മനുഷ്യരെ സഹായിക്കാൻ പോകും. ഞാൻ ചില വചനങ്ങൾ വായിച്ചുതരാം. ഒന്ന്, സുഭാഷിതങ്ങൾ ആദ്യം ഹെബ്രായ ലേഖനം 13:16 വായിക്കാം.
ഹെബ്രായ ലേഖനം 13:16. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നന്മ ചെയ്യുന്നതിൽ എന്ന് പറയുമ്പോൾ അവിടെ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടില്ല. മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതിജനകമായ ബലി തന്നെ ഇതാണെന്ന്. നമ്മൾ ഒരു ദിവസം 10 കുർബാന കാണുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് നിങ്ങൾ നൊന്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അല്ലേ തന്നെ കുർബാന ആകുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് തന്നെ മുറിച്ച് നമുക്ക് തന്നു ഭക്ഷിക്കാൻ, ജീവൻ നേടാൻ. ഇതുപോലെ നമ്മളുടെ സമയത്തെ, നമ്മളുടെ സമ്പത്തിനെ, നമ്മളുടെ ആരോഗ്യത്തിനെ നമ്മൾ മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കുർബാന അർപ്പിക്കുന്നത്. അല്ലാതെ പള്ളിയിൽ പോയിരുന്ന് ഭയങ്കര ഭക്തിയാണ്, ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ കരുണയില്ലാതെ പെരുമാറിയാൽ, അതുകൊണ്ടല്ല ഫിലോക്കാലി എപ്പോഴും പറയുന്നത് ദൈവത്തോട് പ്രണയമുള്ളവർക്ക് മനുഷ്യനോട് കരുണയുണ്ടാവും. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഏക വഴി മനുഷ്യനോടുള്ള കരുണയാണ്. അല്ലാതെ ഞാൻ ദൈവത്തോട് സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കുറേ കല്ല് വാരിയിട്ട് അതിൽ മുട്ടയിൽ നിന്ന് കരഞ്ഞു, എന്നിട്ട് നെറ്റി മുറിഞ്ഞു, കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, ചോര വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിമാനിക്കുന്നതിനേക്കാൾ ഉപരി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പേർ ഒരുമിച്ച് കൂടി ഭയങ്കരമായിട്ട് ഓരിയിട്ട് ഒച്ചയിട്ട് ബഹളം വെക്കും. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ ഉപരി നിങ്ങളിൽ മനുഷ്യനോട് ഇച്ചിരി കരുണയുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമായ ബലിയാവുള്ളൂ. അടുത്ത വചനം സുഭാഷിതങ്ങൾ 3:27. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നോക്കണേ ആ വാക്ക്, നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ഒരിക്കലും നിഷേധിക്കരുത്. നിങ്ങൾക്ക് സ്ഥലം കൊണ്ട് സഹായിക്കാം, വീട് കൊണ്ട് സഹായിക്കാം, മരുന്ന് കൊണ്ട് സഹായിക്കാം, വസ്ത്രം കൊണ്ട് സഹായിക്കാം, വിദ്യാഭ്യാസം കൊണ്ട് സഹായിക്കാം. ഒരിക്കലും നിങ്ങളത് നിഷേധിക്കരുത്. ഫിലിപ്പിയർ 2:3, 4, 5 വാക്യങ്ങൾ. മാത്സര്യമോ വ്യർത്ഥമോഹമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മാത്സര്യം, വ്യർത്ഥമോഹം മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കണേ, നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തുവിനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. നോക്കണം, ഒന്നും കൂടെ പറയുന്നു, യേശു ക്രിസ്തുവിനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. അതേതാ മനോഭാവം? എന്നെക്കാൾ മഹത്വമായി മറ്റുള്ളവരെ കാണുക, എൻ്റെ ആവശ്യങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റായി മറ്റുള്ളവരുടെ ആവശ്യം കാണുക. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന ആളെയാണ് യേശു ക്രിസ്തുവിനുള്ള മനോഭാവമുള്ളവർ എന്ന് വിളിക്കുന്നത്. നമ്മൾ എത്ര മെഴുകുതിരി കത്തിച്ചെന്നോ, എത്ര വിശുദ്ധ സ്ഥലത്ത് പോയെന്നോ, എത്ര പുസ്തകം വായിച്ചു തീർത്തെന്നോ, എത്ര പ്രസംഗം കേട്ടെന്നോ, എത്ര ആരാധനയിൽ പങ്കെടുത്തെന്നോ, എത്ര ധ്യാനം കൂടിയെന്നോ ചോദിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം രൂപപ്പെട്ടോ എന്നതാണ് പ്രാധാന്യം. നമ്മളീ പറയുന്നതെല്ലാം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളിൽ രൂപപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളിൽ രൂപപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? ക്രിസ്തുവിനോട് സ്നേഹമുള്ളതുപോലെ മനുഷ്യനോട് കരുണയിരിക്കും. തന്നെക്കാൾ പ്രാധാന്യമായി മറ്റുള്ളവരെ കരുതിയിരിക്കും. എന്ത് മനോഹരമാണ് ആ വചനം! നിങ്ങൾ മറക്കരുത് കേട്ടോ, എഴുതിയിടണം, ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഈ കരുണ ഇങ്ങനെ വളരുള്ളൂ. സുഭാഷിതങ്ങൾ 11:24-25. സുഭാഷിതങ്ങൾ 11:24-25. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നിങ്ങൾ ഉദാരമായി മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ധനികരായിക്കൊണ്ടേ ഇരിക്കുന്നു. നൽകേണ്ടത് പിടിച്ചു വെച്ച മറ്റൊരുവൻ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. അതെന്നെ പരിപാടിയാണ്. കയ്യിൽ കുറേ ഉള്ളത് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചവൻ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. അമ്മച്ചി ഉറങ്ങാണ്, അമ്മച്ചി. പലപ്പോഴും നമ്മൾ സമ്പന്നന്മാരാവാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാ. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനം പറഞ്ഞല്ലേ. ഇപ്പം നിങ്ങൾക്ക് മാരിയോ ബ്രദർ, ഇത് ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിൽ കിടക്കുന്ന എന്തോ എനിക്ക് മേടിക്കാനാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്ന അർഹരെ കണ്ട കണ്ണടച്ച് കളയരുത് എന്ന് അറിയിക്കാനാണ്. ആ വചനം ഭയങ്കര ഇല്ലേ? സുഭാഷിതങ്ങൾ 11:24. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. അപ്പം നിങ്ങൾക്ക് സമ്പന്നനാകാനുള്ള എളുപ്പപ്പണി നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെയല്ലേ, കോരുന്ന കിണറ്റിലല്ലേ നീരൂറുള്ളൂ അല്ലേ? നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ട് മറ്റൊരുവൻ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തണോ? ഒന്നും കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എനിക്ക് ആവശ്യത്തിനില്ലല്ലോ, എനിക്കാകെ 10 സെൻറ്റ് സ്ഥലമേ വീടുള്ളൂ, അതിൽ നിന്ന് ആരെ എന്നെ സഹായിക്കണം? അയ്യോ, എന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്കാകെ മാസം 10-30,000 രൂപ ശമ്പളമുള്ളൂ, എൻ്റെ മക്കളെ പഠിപ്പിച്ച് അത് ചെയ്ത് എനിക്ക് എൻ്റെ കയ്യിലില്ല. 2,000 രൂപ 3,000 രൂപ എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങൾ ഒരിച്ചിരി മാറ്റി വെച്ചിട്ട് നിങ്ങൾ സഹായിക്കാൻ തുടങ്ങി. കാര്യമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾ സമ്പന്നരാ.
ഇത് ഞാൻ പറഞ്ഞ വാഗ്ദാനമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും, അതിനകത്തൊരു സംശയമില്ല. അടുത്ത വചനമാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ. ഞാനതൊന്ന് എടുത്തോട്ടെ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ. ആദ്യം തന്നെ പക്ഷപാതത്തിനെതിരെ എന്നാണ് പറയുന്നത്. പക്ഷപാതം എന്തായി? പക്ഷപാതം എനിക്ക് തോന്നുന്നു ഞാൻ പക്ഷപാതം കണ്ടത് ഏറ്റവും കൂടുതൽ ആത്മീയരുടെ ഇടയിലാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ, പറയാതിരിക്കാൻ പറ്റില്ല. ആത്മീയർ എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ. ഉദാഹരണത്തിന് നിങ്ങളൊരു ധ്യാനേന്ദ്രത്തിൽ തന്നെ ചെല്ലുകയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ വരുന്ന വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഫുഡ് വേറെ, അവിടുത്തെ കൗൺസിലേഴ്സ് ക്ലാസ് എടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഫുഡ് വേറെ, അവിടുത്തെ ബ്രദേഴ്സിന് സെമിനാരിയൻസിന് കൊടുക്കുന്ന ഫുഡ് വേറെ, ചിലപ്പോൾ അവിടുത്തെ അച്ഛന്മാർക്ക് മെയിൻ ആളുകൾക്ക് കൊടുക്കുന്ന ഫുഡ് വേറെ. നമ്മളാ പന്തിയിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം നോക്കിയിട്ട് മനസ്സിൽ വിഷമിക്കും കേട്ടോ. ഇഷ്ടം പോലെ ഫുഡ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ പറയുന്ന ആ ഒരു പക്ഷപാതം ഒരേ ഓഡിറ്റോറിയത്തിലിരുന്ന് കാണിക്കുന്ന കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കുറേയും കൂടെ യാക്കോബ് ശ്ലീഹയുടെ ഈ ലേഖനം നമ്മൾ വിശ്വാസികളാണ് പാലിക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. എൻ്റെ സഹോദരൻ, നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. അതായത് എൻ്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. യേശുവിൽ വിശ്വസിക്കുന്നവരോട് പ്രത്യേകം പറയണം, പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു, പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ നിന്റെ പാദപീഠത്തിനടുത്തിരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരം പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്. അയ്യോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വേദനിക്കും. കാരണം പക്ഷപാതം പാവാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ എന്തിനിപ്പോൾ ഇത് വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിൽ ഒരു ബിഷപ്പ് ഹൗസ്, അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷൻ വൈദികരുടെ ഒരാശ്രമം, അവിടുത്തെ സാഹചര്യം ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഒരു വലിയ ഒരാൾ BMW കാറിൽ ഇച്ചിരി ഡൊണേഷൻ തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ കോൺവെൻറ്റിനകത്ത്, അരമനക്കകത്ത്, അല്ലെങ്കിൽ കോൺഗ്രിഗേഷനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വൈദികരും എല്ലാ സിസ്റ്റേഴ്സും പുറത്തെത്തും. ഇവരെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ബൊക്കെയൊക്കെ കൊടുത്ത് പൊന്നാടൊക്കെ അണിയിച്ച് സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി ഇവരെല്ലാം കാണിച്ച് ഇവരുടെ അടുത്ത് വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊക്കെ പറഞ്ഞ് കിട്ടാവുന്ന ഡൊണേഷനൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷം. ആ വന്ന BMW വന്ന അയാളുടെ ഭാര്യനെയും മക്കളെയും സ്നേഹിച്ച് പൊതിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അവർ ഡൊണേഷനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ തരാമെന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്ത് അവരങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പം ഈ കോൺവെൻറ്റിൽ അല്ലെങ്കിൽ ഈ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഈ അരമനയിൽ തെങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട്, തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ടുള്ള ചേട്ടൻ വരുന്നു. അയാളുടെ 2-3 പീക്കിരി പിള്ളേരും കൂടെ മൂക്കൊക്കെ ഒലിപ്പിച്ച് വെള്ളി ട്രൗസറൊക്കെ ഇട്ടിട്ട് കയറി വരികയാണ്. എങ്ങനെ ഇരിക്കും? അവരെ ആര് മൈൻഡ് ചെയ്യും? ആ കുട്ടികളെ ഏത് റൂമിലേക്ക് കൊണ്ടുപോകും? അവിടെ കിടക്കുന്ന ചിപ്സും മുട്ടായി എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് കൊടുക്കുമോ? അല്ലെ, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നു കുറ്റപ്പെടുത്തലല്ല. നമ്മുടെ ഉള്ളിൽ ഈ പക്ഷപാതം പലപ്പോഴും നമ്മൾ അറിയാതെ വളർന്നു പോകുന്ന സാഹചര്യം. ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാം, ഒരു 5 ലക്ഷം രൂപ ഞാൻ തരാമെന്നും പറഞ്ഞൊരു പണക്കാരൻ വരികയും അതേ സമയത്ത് ഒരു നേരത്തെ വസ്ത്രം ഇല്ലെന്നും പറഞ്ഞൊരു സ്ത്രീ ഓഫീസിൽ വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യം ഈ 5 ലക്ഷം കൊടുക്കാനുള്ള ആളെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് എനിക്ക് പോയിട്ട് ഈ മരുന്ന് മേടിക്കാൻ വേണ്ടിയല്ല വസ്ത്രം മേടിക്കാൻ വേണ്ടി വന്നവരെ മൈൻഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ മൈൻഡ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും ചെയ്യാറുണ്ട്. ഐ റിപ്പീറ്റ്, മൈൻഡ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും ഒരുപോലെ ചെയ്യാറുണ്ട്. ഫിലോക്കാലിയുടെ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ വന്നു നോക്കിയോ. നിങ്ങളിപ്പോൾ ഈ ഫാമിലി അക്കാഡമിയിൽ വന്നപ്പോൾ ഇതിങ്ങനെ ഭയങ്കര നല്ലൊരു സെറ്റപ്പിൽ ഒരു ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഓഫീസിൽ വാ, അവിടെ നിങ്ങളൊരു പിച്ചക്കാരുടെ വസ്ത്രം ധരിച്ച് വളരെയധികം നാറ്റം പിടിച്ച അവസ്ഥയിൽ നിങ്ങൾ കയറി വന്നാലും ആദ്യം പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നീട് നിങ്ങളോട് ബാക്കി വിശേഷങ്ങൾ പോലും ചോദിക്കുന്നത്. പക്ഷപാതമില്ലാത്ത ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൻ്റെ സ്വഭാവം, അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്നവരാകാനാണ്. പരിമളം, ക്രിസ്തുവിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. അത് പരത്തുന്നവരാകുക എന്നുള്ളതാണ് യഥാർത്ഥ സുവിശേഷ വഴി. പ്രസംഗിക്കാൻ ആർക്കും പറ്റൂലേ? ഉപദേശത്തിന് എന്ത് കുറവാണ്? ഏത് സ്റ്റേജിൽ കയറി ഞാൻ കഴിഞ്ഞ 10-26 വർഷം പ്രസംഗിച്ച് മാത്രം നടന്ന് ലോകം മുഴുവനും സഞ്ചരിച്ച് അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കോവിഡ് സമയത്താണ് ഞാൻ പ്രസംഗിച്ചതൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, 26 വർഷം പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് കഴിഞ്ഞ 2-3 വർഷം പ്രവർത്തിച്ചപ്പോഴാണ്. മാനസാന്തരങ്ങളായാലും
കുടുംബത്തിൽ വിടുതലായാലും മനുഷ്യൻ്റെ സമഗ്ര വളർച്ചയ്ക്ക്, അതുപോലെ കർത്താവിലേക്ക് ഒരാളെ വേണ്ടതുപോലെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചത് പലപ്പോഴും പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. ഇനി അതുപോലെ വിശ്വാസവും പ്രവൃത്തിയും എന്നും പറഞ്ഞിട്ടൊരു ഹെഡ്ലൈന് യാക്കോബ്സ്ലിയുടെ ലേഖനത്തിൽ തന്നെ, അത് 14 മുതൽ, എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. ബാക്കി നിങ്ങൾ വായിച്ചോ. ഞാനിത് വായിക്കുന്നത് ദൈവവചനമാണ്, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ വായിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തം പറയാണ്, ഞാൻ ഭയങ്കര ദൈവഭക്തനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം ഇത്ര കൊന്തയില്ലുന്നുണ്ട്, ഒരു ദിവസം ഇത്ര നൊവേനയില്ലുന്നുണ്ട്, ഒരു ദിവസം ഇത്ര കുർബാനക്ക് പോകുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഇത്ര ധ്യാനം കൂടുന്നുണ്ട്, ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ മുട്ടയിലിരുന്ന് സ്തുതിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ യാക്കോബ്സ്ലിയ വഴി ദൈവം പറയും, പക്ഷേ എനിക്ക് ഒട്ടുകത്തെ വിശ്വാസം സംഭവിച്ചു, പക്ഷെ പ്രവൃത്തിയില്ലല്ലോ. നിന്റെ അടുത്ത് ഒരുത്തൻ വസ്ത്രമില്ലാതെ കിടക്കുകയും ഭക്ഷണമില്ലാതെ കിടക്കുകയും വെള്ളമില്ലാതെ കിടക്കുകയും ചെയ്യുമ്പോൾ നീ പോയിട്ട് അവനൊന്നും ചെയ്തില്ല. എന്നിട്ട് നീ ഭയങ്കര ഉപദേശമാണ്, ദൈവം നോക്കിക്കോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം, കർത്താവ് രക്ഷിക്കും, കർത്താവിനെന്തോ പദ്ധതിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏത്? നിൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, അവരെ ഒരു 2000 രൂപ കൊടുത്താൽ തീരാവുന്ന വിഷയമേ അവിടെ ഉള്ളൂ, എമർജൻസി മരുന്ന് വാങ്ങാൻ. അത് കൊടുക്കുന്നതിന് പകരം അന്യായ ഉപദേശം. അത് നിർജീവമാണെന്നാണ് ദൈവം പറയുന്നത്. നിർജീവമാണ് ഈ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു നമ്മളിൽ ചെറിയൊരു മാനസാന്തരം വരേണ്ട മേഖല ഇത് തന്നെയാണ്. നമ്മൾ ഭയങ്കര ഉപദേഷ്ടാക്കളാണ്, അതിനൊന്നും ഒരു കുറവില്ല. പ്രിൻ്റ് ചെയ്ത് വിൽക്കാൻ ഇഷ്ടം പോലെ പുസ്തകങ്ങളാണ്, സാറ്റലൈറ്റ് എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ കാശ് മുടക്കാൻ നമ്മൾ തയ്യാറാണ്, ഇഷ്ടം പോലെ ചാനൽ തുടങ്ങാൻ നമ്മൾ തയ്യാറാണ്, ഇഷ്ടം പോലെ കൺവെൻഷൻ നടത്താൻ, ഇഷ്ടം പോലെ ധ്യാനം നടത്താൻ. നിങ്ങൾക്കറിയാം, ഓരോ കൺവെൻഷൻ ഇപ്പോൾ 10,000, 50,000, 1,00,000 മലയാളികൾ ഒരുമിച്ച് കൂടുന്ന കൺവെൻഷൻ ഒരു സ്ഥലത്ത് ഒരാൾ നടത്തി. അതിപ്പോൾ ഒരു ആത്മായനാവട്ടെ, ഒരു വൈദികനാവട്ടെ, അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ വന്ന 50,000 പേരുടെ കൂട്ടത്തിൽ ഭവനരഹിതരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എത്ര നേരം എടുക്കും? കാരണം അത്രയും ജനങ്ങൾ ഒന്നിച്ച് ഒരു 100 രൂപ വെച്ച് ഇടുമ്പോഴേക്ക് എത്ര വീട് അവിടെ പണിത് കൊടുക്കാൻ പറ്റും? അതൊക്കെയാണ് ആ ഒരു കൺസെപ്റ്റ്. മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലല്ലോ. ഞാൻ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം, കുറേ അഭിനന്ദനം കിട്ടണം, സ്തുതി പാടി കിട്ടിയ അതിലങ്ങനെ അങ്ങ് ജീവിച്ച് പോകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ മനുഷ്യൻ്റെ കണ്ണീരൊപ്പാമെന്നും കൂടെ ചിന്തിക്കാൻ സാധിച്ചാൽ വിശ്വാസം അതിനാൽ നിർജീവമാണ്. പ്രവൃത്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഫലമുള്ളൂന്നായി പറഞ്ഞതിൻ്റെ സാരം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ മലയാളികൾ മറന്നുപോകുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് മലയാളികൾ വല്ലാതെ മറന്നുപോകുന്ന കാര്യം. അത് പറയാതിരിക്കാൻ വയ്യ, എന്നോട് ദേഷ്യം തോന്നും, എങ്കിലും ഞാൻ ആ സത്യം പറയാം. 1 കൊറിന്തോസ് 10:23 1 കൊറിന്തോസ് 10:23 എല്ലാം നിയമാനുസൃതമാണ്, അതായത് എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. ആ അനുവദനീയവും പ്രയോജനവുമായ രണ്ടും രണ്ടായിട്ട് കണ്ടെത്തണം. അടുത്തത്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എല്ലാം കൊണ്ടും വലിയ ഗുണമൊന്നുമില്ലെന്ന്. എന്താ ഈ പറഞ്ഞത്? പൗലോസ്ലീഹ ഇങ്ങനെ ഒരു വചനം പറയാൻ വെറുതെ അങ്ങ് പറയില്ലല്ലോ, ദൈവമാണല്ലോ പറയിപ്പിച്ചേ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. 1 കൊറിന്തോസ് 10:23 എന്താണ് ഇവിടെ പൗലോസ്ലീഹ ഉദ്ദേശിച്ചതെന്ന് പറയാം. കുറച്ച് ഈ കോവിഡ് കാലത്ത് ഒരു ദിവസം ഒരു പരസ്യം പത്രത്തിൽ വന്നു, പത്രത്തിലല്ല, എനിക്ക് ഫേസ്ബുക്ക്, യൂട്യൂബിൽ വന്നു. ഒരു കൊച്ച്, ഒരു 2 വയസ്സുള്ള കൊച്ചിന് എന്തോ ഒരു അസുഖം, അതിനൊരു ഇഞ്ചക്ഷൻ വേണം, 30 കോടി രൂപ എന്തോ വേണമെന്ന്. 30-18 ഞാൻ മറന്നുപോയി, എനിക്ക് ഓർക്കുന്നില്ല. 24 മണിക്കൂർ കൊണ്ട് അത്രയും കോടികൾ മലയാളികൾ വേൾഡിൽ നിന്ന് സമാഹരിച്ചു. പക്ഷെ അപ്പോഴേക്കും കൊച്ചു മരിച്ചുപോയി. പിന്നെ ആ കാശ് എന്ത് ചെയ്തു? ഗവൺമെൻറ്റിന് കൊടുക്കും, ദുരിതാശ്വാസ നിധി കൊടുക്കും എന്നൊക്കെ അത് ഇതെന്നൊക്കെ കേട്ടു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടില്ല, ഐ എം സോറി. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ ഒരു 3-4 കേസ് ഞാൻ വായിച്ചു. ഈ വായിച്ചതെല്ലാം ഒരു പ്രത്യേക മതക്കാരുടെ കുട്ടികളുടെ പേരാണ് ഞാൻ വായിച്ചത്. ഐ എം സോറി കേട്ടോ, സോറി. അങ്ങനെ ഒരു മതത്തെ പറയുന്നതല്ല, ഞാൻ വായിച്ച കാര്യം പറഞ്ഞു പോയതാണ്. ഒരു മുസ്ലിം പേരിൽ തന്നെയാണ് കണ്ടത്. അപ്പം ഈ 18 കോടി വേണം, 20 കോടി വേണം, 25-30 കോടി വേണം എന്ന് പറയുന്നത് 24 മണിക്കൂർ കൊണ്ടല്ല, 2 ദിവസം കൊണ്ട് അത്രയും കോടി ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകുന്നു, ചിലപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. ഇതെൻ്റെ വിഷയമല്ല, പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എന്താ ഉദ്ദേശിച്ചതെന്ന് പറയാം. കുറച്ച് നാൾ മുമ്പ് ആലപ്പുഴയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. സാമ്പത്തിക ഞെരുക്കം അങ്ങേയറ്റം വന്നു,
അവരെ ജപ്തി നോട്ടീസോ കൊട്ടിച്ചു, ജപ്തി ഉറപ്പായി. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് വെറും 12 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു. കിട്ടിയാൽ ഞങ്ങൾ 4 പേരുടെ ജീവൻ ഭൂമിയിലുണ്ടാകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 4 പേരും ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ കയ്യിൽ 12 ലക്ഷം രൂപ ഇല്ല. കാരണം അദ്ദേഹം ജെന്യൂനാണ്, അയാൾ മുഴുവൻ ഡീറ്റെയിലോടെയാണ് സംസാരിക്കുന്നത്. ഒരു പോലീസ് ആയതുകൊണ്ട് അയാൾക്കറിയാം എങ്ങനെ സംസാരിക്കണമെന്ന്. പക്ഷേ നാൾ കുറച്ച് കഴിഞ്ഞപ്പം അവർ 4 പേരും ആത്മഹത്യ ചെയ്തു. വീട്ടിൽ നിന്ന് പുറത്തിറക്കി, വാടക വീട്ടിൽ തങ്ങി. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ചാണോ? ഒരു ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നോട് വിഷമം തോന്നരുത്. ഒരു മനുഷ്യൻ്റെ ജീവനും 100 മനുഷ്യൻ്റെ ജീവനും നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങൾ ആരെ സംരക്ഷിക്കും? 100 പേരുടെ ജീവൻ സംരക്ഷിക്കുമോ, ഒരു ജീവൻ സംരക്ഷിക്കുമോ? ഞാൻ ഇങ്ങനെ പറയാം, ഇപ്പം നിങ്ങൾ 100 പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾ 100 പേരെ കൊല്ലാൻ ഒരുത്തൻ ഗണ്ണുമായിട്ട് വരുന്നു. ശത്രു സ്നേഹം പറഞ്ഞ് നിങ്ങൾ 100 പേരും മരിക്കുമോ, ഇല്ലെങ്കിൽ അവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നിങ്ങളെ 100 പേരെ രക്ഷിക്കുമോ? ഇതാണ് ചോദ്യം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു 20 കോടി 30 കോടി 40 കോടി എന്നൊക്കെ നിസ്സാരമായിട്ട് പറയുകയാണ്. ഒരു ജീവൻ രക്ഷിക്കാനാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സോറി, ജീവനാണ്, അത് തന്നെയാണ് വലുത്. പക്ഷെ അതേസമയം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു 30 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു 1000 കുടുംബത്തെ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല. വെറുതെ RCCയിലൊന്ന് കയറി ചെന്നിട്ട് ഇന്നൊരു ദിവസം മരുന്നിൻ്റെ ഇഞ്ചക്ഷൻ 10,000 രൂപയുടെ അല്ലെ 20,000 50,000-ൻ്റെ വാങ്ങാനില്ലാത്തതുകൊണ്ട് മറ്റന്നാൾ മരിക്കാൻ കിടക്കുന്ന എത്ര രോഗികളെ ഞാൻ കാണിച്ചുതരാം. ഇന്നൊരു ദിവസം ഒരു 20 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട്, കിഡ്നി മാറ്റിക്കാൻ വെക്കാത്തതുകൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ മരിക്കാനായി കാത്തിരിക്കുന്ന എത്ര പേരെ കേരളത്തിൽ കാണിച്ചുതരാം. ഇനിയും പറയാം, അങ്ങനെ കാണുന്ന ഈ മനുഷ്യർ, അതായത് ജപ്തി കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ രോഗം കൊണ്ട് മരുന്ന് വാങ്ങാൻ പറ്റാതെ മരണത്തിന് കീഴടങ്ങുന്ന ആയിരങ്ങളുള്ള ഈ കേരളത്തിൽ നമ്മൾ കോടികളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഒരു ജീവനാണ്, ജീവന് പ്രാധാന്യമുണ്ട്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്ന് ചിന്തിപ്പിക്കുകയാണ്. ഇനിയും പറയാം, എല്ലാം പടുത്തുയർത്തുന്നില്ല. അതെന്തിനാ പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞേ? എല്ലാം നിയമാനുസൃതമാണ്, പക്ഷെ പടുത്തുയർത്തുന്നില്ല. എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു 30 അല്ല 40 അല്ല 50 കോടി പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാം. പക്ഷെ ആ ഒരു 30 കോടി കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നത് ഒരു 100 കുടുംബത്തെ 200 കുടുംബത്തെ ആണെങ്കിൽ ആ കുടുംബത്തിൽ എത്ര പോലീസുകാർ, എത്ര വക്കീലുമാർ, എത്ര MLA-മാർ, എത്ര മന്ത്രിമാർ, എത്ര മിലിറ്ററിക്കാർ, എത്ര നേവിക്കാർ, എത്ര എയർഫോഴ്സുകാർ, എത്ര സയൻറ്റിസ്റ്റുകൾ, എത്ര ഡോക്ടർ, എത്ര എഞ്ചിനീയർ, പടുത്തുയർത്താൻ കഴിവുള്ള ഒരുപാട് ജന്മങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും പ്രയോജനകരമല്ലാത്ത കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ കോടികൾ ചെലവഴിക്കുകയും ചെയ്യും. അല്ലേ? നമ്മുടെ മലയാളികളുടെ പ്രസന്റ് അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. മലയാളികൾ ഇൻ ജനറൽ, അതായത് മതം നോക്കാതെ നമ്മൾ മൊത്തത്തിൽ മലയാളികൾ എടുത്താൽ ഇത്രയും കരുണയുള്ള മനുഷ്യർ വേറെ ഇല്ല. സത്യമാട്ടോ, സത്യം. കാരണം മലയാളികൾ ഒരു വിഷമം, അതായത് ഒരു ചാനലിലൂടെ വന്നിട്ട് ഒരാൾ കരഞ്ഞ് എൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് 100 കോടി ഉണ്ടാക്കാനും മലയാളികൾ റെഡിയാണ്. കാരണം ആ കണ്ണീര് കണ്ടിരിക്കാൻ മലയാളിക്ക് പറ്റില്ല. അവിടെ മതവും ജാതിയോ അല്ലെങ്കിൽ വർഗവും വർണ്ണമോ ഒന്നും മലയാളി നോക്കില്ല. കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് സഹായിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സഹായ മനോഭാവം കുറേയും കൂടെ പടുത്തുയർത്തുന്ന തരത്തിലും കുറേയും കൂടെ പ്രയോജനകരവുമാക്കണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. ജീവന് വിലയില്ലെന്നൊന്നുമല്ല, മനുഷ്യന് വിലയില്ലെന്നൊന്നുമല്ല, കുറേയും കൂടെ എൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമുക്ക് 100 പേരെ രക്ഷിക്കാനും ഒരാളെ രക്ഷിക്കാനും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ 100 പേരെ രക്ഷിക്കും. ആ 100 പേരിൽ തന്നെ ഈ നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഭൂമിക്കുമൊക്കെ ഗുണമുള്ള കഴിവുള്ള ആളുകളെയാണ് രക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിൽ ആദ്യം അവരെ തന്നെ രക്ഷിക്കും. കാരണം ഈ ഭൂമി നന്നായി നിലനിൽക്കണ്ടേ? നമുക്ക് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് വേണം, എഞ്ചിനീയേഴ്സ് വേണം, സയൻറ്റിസ്റ്റുകൾ വേണം, എയർഫോഴ്സുകാർ വേണം, മിലിറ്ററിക്കാർ വേണം, നേവികൾ വേണം, പോലീസുകാർ വേണം, വക്കീലുമാർ വേണം, നമുക്കെല്ലാവരും വേണ്ടേ? അപ്പം അങ്ങനെ കുറച്ച് ഏതായാലും നമ്മൾ കൊടുക്കുമ്പോൾ കുറേയും കൂടെ ഉപകാരപ്രദമായ തരത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ പൗലോസ്ലീഹ അന്ന് എഴുതി വെച്ചതിൻ്റെ അർത്ഥം. എല്ലാം നിയമാനുസൃതമാണ്. ജീവൻ രക്ഷിക്കുക, സഹായിക്കുക, കാശ് കൊടുക്കുക, ഇതൊക്കെ നിയമാനുസൃതമാണ്. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷെ എല്ലാം പ്രയോജനകരങ്ങളല്ല. അതിലേതാണ് പ്രയോജനം? ഇസ് ദാറ്റ് ലൈഫ് ഈസ് വർത്ത് 450 crore എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റണ്ടേ? അടുത്തത്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. പടുത്തുയർത്താൻ സാധിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ സഹായിക്കണ്ടേ? എല്ലാവരുടെയും മുഖം പാടിയെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ജീവനെയും താണ് കണ്ടിട്ടില്ല കേട്ടോ. ഐ റിപ്പീറ്റ്, ഒരു ജീവനെയും. ഏത് മതം, ഏത് ജാതി, ഏത് സമുദായം, ഏത് പ്രായം, ഏത് കളറ്, ഏത് സെക്സ് ഒന്നുമില്ല. ജീവൻ്റെ വില നമുക്ക്
ചിന്തിക്കാൻ പറ്റാത്ത, അത് 100 കോടിയാകാം 1000 കോടിയാകാം, ജീവൻ്റെ വില നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ജീവൻ്റെ വില നമ്മൾ 100 കോടിയായി കാണുമ്പോൾ 1,00,000 ജീവൻ വേറെ സ്ഥലത്ത് നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തെറ്റായി തോന്നിയാൽ തിരുത്തി തരാൻ ഞാൻ തിരുത്താൻ റെഡിയാണ് കേട്ടോ. എനിക്കതിൽ ഒരു വിഷമവുമില്ല.